ഞാൻ ഡോക്ടർ രാജലക്ഷ്മി പിള്ളൈ, കൊച്ചിയിൽ നിന്ന്. ഇന്ന് BPSC 143-ന്റെ 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. 9ഉം 10ഉം, അതായത് സ്റ്റേറ്റ് പാർട്ടി സിസ്റ്റമും ഇലക്ട്രൽ സിസ്റ്റത്തിനെ പറ്റി. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ, അതായത് എന്തൊക്കെയാണ് പാർട്ടി സിസ്റ്റം എന്ന് അറിയണം, എത്ര പാർട്ടീസ് ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു ഓരോ സ്റ്റേറ്റിലും സെൻട്രൽ ഗവൺമെന്റ് എങ്ങനെയെന്നുള്ളതാണ് പരാമർശിച്ച് പോവുക ആദ്യത്തെ ചാപ്റ്ററിൽ, അതായത് 9ാമത്തെ ചാപ്റ്ററിൽ. അപ്പോൾ ഈ എലക്ഷൻ അല്ലെങ്കിൽ അതായത് ഡെമോക്രസി എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ അവരുടെ ജനത റെപ്രസെന്റേഷൻ കൊടുത്ത് അവരെ പറഞ്ഞയക്കുന്നു, എലക്ട് ചെയ്ത് അയക്കുന്നവരാണ് ഗവൺമെന്റിന്റെ ഫോർമേഷനിലേക്ക് വരിക. അപ്പൊ പൊളിറ്റിക്കൽ പാർട്ടീസിൽ പല ഫീൽഡിലുള്ളവരും കാൻഡിഡേറ്റ്സ് ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിന് ഒരു പാർട്ടിയുടെ ബേസിസിൽ, അതായത് ഒരു പാർട്ടിയുടെ ബാനറിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് കൂടുതലായിട്ട് ബെനിഫിറ്റ്സ് ഉണ്ടാകുക. ലൈക്ക് എലക്ഷൻ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താന്ന് വെച്ചാൽ അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ റോള് പറയുകയാണെങ്കിൽ എല്ലാ ആൾക്കാരുടെയും ഒരു ഫോർമേഷൻ വന്ന് അവരുടെ ഇൻട്രസ്റ്റ് എടുത്ത് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനാണ് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയിൽ, അതായത് നമ്മളുടെ ജനാധിപത്യത്തിൽ കാൻഡിഡേറ്റ്സ് വരുമ്പോൾ ക്യാമ്പയിൻ ചെയ്യാനും, അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ക്യാമ്പയിൻ ചെയ്യാനൊക്കെ ഒരു ബാനറിൽ, അതായത് ഒരു പാർട്ടിയുടെ മെമ്പർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഇലക്ഷനിൽ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഒറ്റയ്ക്ക് സ്വതന്ത്രനായിട്ട് നിൽക്കുന്നതിനെക്കാട്ടിലും ഭേദം ഒരു പാർട്ടിയുടെ കൂടെ പാർട്ടി മെമ്പർ ആവുക, പാർട്ടിയിൽ ടിക്കറ്റ് കിട്ടുക, എന്നിട്ട് ഇലക്ഷന് നിൽക്കുമ്പോഴാണ് കൂടുതലായിട്ട് അവർക്ക് എല്ലാവിധ സപ്പോർട്ടും ജനങ്ങളുടെയും പാർട്ടിയുടെയും സപ്പോർട്ട് കിട്ടും. ഇനി എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി, എന്താണ് പാർട്ടിയുടെ സിസ്റ്റം എന്ന് പറയാം. അപ്പൊ എന്നാൽ നമ്മൾ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്. അതിന്റെ എയിം എന്താ? ഒരു റെപ്രസെന്റേഷൻ കിട്ടുക, ഗവൺമെന്റിലേക്ക് ഫോം ചെയ്യാനുള്ള ഒരു പർപ്പസ് ആണ്. അതായത് പവറിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് വരിക. അപ്പോൾ കാൻഡിഡേറ്റ്സിന്, ഇലക്ഷൻ നിൽക്കുന്ന കാൻഡിഡേറ്റ്സിന് അവർ നമ്മൾ ലെജിസ്ലേറ്റീവ് ബോഡീസ് എന്നാണ് പറയുക. അപ്പോൾ ഡെമോക്രാറ്റിക്, അതായത് ജനാധിപത്യ ഗവൺമെന്റിൽ പല വിധത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഈ ഓർഗനൈസേഷനെ അവരാണ് ഈ കാൻഡിഡേറ്റിനെ നോമിനേറ്റ് ചെയ്യുക. അതായത് സ്ഥാനാർത്ഥി നിർദ്ദേശം ചെയ്യുന്നത് ആ പാർട്ടിയാണെന്നാണ് അർത്ഥം. അപ്പൊ അവര് ജയിച്ചു വന്നാൽ, അവരുടെ ഗവൺമെന്റ് വന്നാൽ അവർ ഗവൺമെന്റിന്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പൊ പാർട്ടി സിസ്റ്റത്തിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് കൊണ്ടുവരാനാണ്. സിംഗിൾ പാർട്ടി ആയിരുന്നു ആദ്യകാലങ്ങളിൽ, അതായത് നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉടനെ. അതിനുശേഷം പിന്നെ നമുക്ക് ബൈ പാർട്ടി, 2 പാർട്ടി, പിന്നെ കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോൾ മൾട്ടി പാർട്ടി സിസ്റ്റം കൂടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിരുന്നു, കാണാനും പറ്റും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട്, ബേസിക് സപ്പോർട്ടും റെക്കഗ്നേഷനും കിട്ടുന്നത്, ഇലക്ഷന്റെ റെക്കഗ്നേഷൻ കിട്ടുന്നത് റീജിയണൽ ലെവലില് രജിസ്റ്റേർഡ് ആയിട്ടുള്ള പാർട്ടീസിനാണ്. അൺരജിസ്റ്റേർഡ് ആയ പാർട്ടീസും ഉണ്ട്. പക്ഷെ കണ്ടക്ടിങ് ചെയ്യുമ്പോൾ, എലക്ഷൻ ചെയ്യുമ്പോൾ ഈ പാർട്ടീസിനെ അവര് ഫോർമേഷൻ ചെയ്യും, അലയൻസ് ആയിട്ടും ഫ്രണ്ട് ആയിട്ടും ഫോർമേഷൻ ചെയ്താണ് എടുക്കുന്നത്. ഇനി ഈ പാർട്ടി സിസ്റ്റത്തില് അത് പ്രത്യേകിച്ച് ഓരോ സ്റ്റേറ്റ്സില്, ഓരോ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻസ് എന്താന്ന് പറയാം. അപ്പോ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ നാഷണൽ ലെവലില് ഒരു പാർട്ടി ഉണ്ട് ഇന്ത്യയിൽ, അതേമാതിരി റീജിയണൽ ലെവലില്, അതായത് ഓരോ സ്റ്റേറ്റിന്റെ ലെവലിലും പാർട്ടികളുണ്ട്. പാർട്ടി സിസ്റ്റം 1970 വരെ ഒരു ഡോമിനൻസ് ആയിരുന്ന ഒരൊറ്റ പാർട്ടിയാണ് ദ കോൺഗ്രസ്. അതായത് നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇഫക്റ്റീവായിട്ട് ഉണ്ടായിരുന്ന കോൺഗ്രസ് ആയിരുന്നു, ഒരു ഒറ്റ പാർട്ടിയായിരുന്നു. പിന്നെ 50-ലും 60-ലുമാണ് ഇവരുടെ കോൺഗ്രസിന്റെ ഡോമിനേഷൻ കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെ
കോൺഗ്രസ് സിസ്റ്റം എന്ന് പറയുന്നു. ഈ ഓൾ ഇന്ത്യ ലെവൽ ബേസിസിലും സിംഗിൾ പാർട്ടി, അതായത് കോൺഗ്രസ് പാർട്ടിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറെ നോൺ എക്സിസ്റ്റ് ആയിട്ടുള്ള കുറെ പാർട്ടീസ് ഉണ്ടായിരുന്നു. അതിൽ കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതേമാതിരി അത് അവർ കേരളത്തിലും കാശ്മീരിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കേരളത്തില് CPI ആണ് ഗവൺമെന്റ് ലീഡ് ചെയ്തത് 57ലും 59ലും. 60 ഇലക്ഷൻസിൽ കേരളത്തില് ഇലക്ഷൻ നടന്നു. INCക്ക് അത്രയും കിട്ടിയില്ല, സീറ്റ്സ് കിട്ടിയില്ലെങ്കിൽ കൂടെയും ഒരു അലയൻസ് ഫോർമേഷൻ BSPന്റെ കൂടെയും മുസ്ലിം ലീഗിന്റെ കൂടെയും അവർ ചേർന്നിട്ടാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്തത്. നാഗാലാൻഡിലും നോൺ കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. അതിനെ ലീഡ് ചെയ്തിരുന്നത് നാഗ നാഷണലിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. അത് 1963ലാണ് അവിടെ ഫോർമേഷൻ ആവുക. ഇതിനുശേഷം കോൺഗ്രസ് ആദ്യത്തെ 20 വർഷം കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷന്, ആ സയൻസിന് നമ്മൾ ഇറ ഓഫ് സിംഗിൾ പാർട്ടി ഡൊമിനിയൻസ് എന്നാണ് പറയാ. അതിനുശേഷം 1960 അത് പതുക്കെ ഇന്ത്യൻ പാർട്ടി സിസ്റ്റം മാറാൻ തുടങ്ങി. ഇതിന് ഈ നോൺ കോൺഗ്രസ് പാർട്ടീസ് ആയ സംയുക്ത വിവേക് ദാൽ SVD പാർട്ടി, അതേമാതിരി ഇതിൽ വരുന്ന പാർട്ടികൾ, ഇതിൽ വരുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ഒറീസ, മദ്രാസ് ആൻഡ് കേരള. ഇത് കൂടാണ്ട് ബാക്കിയുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഈ കോൺഗ്രസിന്റെ സീറ്റ് നഷ്ടപ്പെടാനും അവരുടെ ആധിപത്യം നഷ്ടപ്പെടാനും ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്നാണ് ഫാക്ഷണലിസം. അതായത് ആദ്യമായിട്ട് പാർട്ടിയോട് ജനങ്ങൾക്ക് ഒരു എതിർപ്പ് തോന്നുക. ഈ എതിർപ്പ് തോന്നാനുള്ള കാരണം വന്നിട്ട് ആ കാലഘട്ടങ്ങളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഭക്ഷ്യക്ഷാമം, ഡ്രൗട്ടും ഭക്ഷ്യക്ഷാമവും കൂടെ വന്നു. പിന്നെ ഓരോ തരത്തിലുള്ള റീജിയണൽ ലെവലിലുള്ള ലാംഗ്വേജ് പ്രോബ്ലം വന്നു സൗത്ത് ഇന്ത്യയില്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ, അഭിപ്രായ വ്യത്യാസം വന്നപ്പോഴാണ് കോൺഗ്രസ് പാർട്ടി തകരാൻ തുടങ്ങിയത്. അതിന്റെ കൂടെ നോൺ കോൺഗ്രസ് പാർട്ടികളായ ജനസംഘം, RPI, PSP, CPI, SSP ഇവരെല്ലാം കൂടെ എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഗവൺമെന്റിന്റെ, അതായത് കോൺഗ്രസിനായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ പതുക്കെ അതിന്റെ കോൺഗ്രസ് താന്നു പോകാനും അവരുടെ പാർട്ടി സിസ്റ്റം കൊളാപ്സ് ആവാനും തുടങ്ങി. പിന്നെയാണ് നമ്മൾ കാണുന്നത് 2 പാർട്ടി സിസ്റ്റം. അതായത് 1970 മുതൽ 20 വരെ 2020 വരെ 2 പാർട്ടി സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നെ മൾട്ടി പാർട്ടി സിസ്റ്റം വന്നു ഇന്ത്യയിൽ. ഇപ്പോ ഈ ഡോമിനൻസ് നോക്കുമ്പോൾ ഈ 2 പാർട്ടി സിസ്റ്റം മാർക്ക് ചെയ്യുമ്പോൾ ഡോമിനന്റ് ആയിട്ട് വരുന്നത് ഈ എന്തൊക്കെ പാർട്ടീസാണ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പാർട്ടീസാണ്. എത്രത്തോളം അവർക്ക് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുള്ള ആ 2 പാർട്ടികൾ. പിന്നെ മൾട്ടി പാർട്ടി സിസ്റ്റത്തില് 2ൽ കൂടുതൽ വരുന്നതിനാണ് നമ്മൾ മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയാ. അതിലും ഇതേമാതിരി ഓരോ സ്റ്റേറ്റിലും മാറി മാറി വരുന്നുണ്ട്. എമർജൻസ് ആവുന്ന പുതിയ പാർട്ടികളും പഴയ പാർട്ടിയിൽ നിന്ന് എതിർപ്പ് പ്രകടിപ്പിച്ച് പുറത്തു വന്ന് തന്നെത്താൻ ഒരു പാർട്ടി ഉണ്ടാക്കുക, ഇന്റേണൽ കോമ്പറ്റീഷൻ കാരണം ഉണ്ടാക്കുക, ഫാക്ഷണലിസം കാരണം ഉണ്ടാക്കുക, പുതിയ ലീഡർഷിപ്പ് വരിക, അങ്ങനെ സോഷ്യൽ ഗ്രൂപ്പ് വരിക, അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ, അതായത് എന്റെ പാർട്ടിയിൽ എനിക്ക് വേണ്ട പ്രാധാന്യം തരുന്നില്ല എന്നൊരു തോന്നൽ തോന്നും. അപ്പോഴും അവർ ആ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ ലീഡേഴ്സിന്. അങ്ങനെ വരുമ്പോൾ പല വിധത്തിലും നമ്മൾക്ക് 1970 നമുക്ക് കാണുന്നുണ്ട് പാർട്ടിയുടെ സെക്ഷൻ വൈസ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നു. അതായത് 70 മുതൽ 80 വരെ ബ്രോഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ബ്രോഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇവിടെ പല വിധത്തിലുള്ള മേജർ ഫാക്ടേഴ്സ്, മേജർ പാർട്ടി സിസ്റ്റത്തില് ഇന്ത്യ സ്റ്റേറ്റ്സിൽ വന്നത് 70 മുതൽ 80 വരെയാണ്. ഇവിടെ 2 പാർട്ടിയായിരുന്നു വന്നിരുന്നത്. പിന്നെ അത് എക്സിസ്റ്റ് ചെയ്ത് മൾട്ടിപ്പിൾ പാർട്ടിയായി മാറി. ബൈപോളാർ പാർട്ടി സിസ്റ്റം എന്ന് പറയും. ബൈ എന്ന് വെച്ചാൽ 2, പോളാർ എന്ന് വെച്ചാൽ 2 വിധത്തിൽ. അപ്പൊ ഇങ്ങനെ ബൈപോളാർ പാർട്ടി വന്നു. 2 പാർട്ടി കൂടുതലായിട്ട് കോൺഗ്രസും അതർ പാർട്ടികളും. അപ്പൊ ഇങ്ങനെ മാർജിനൽ പൊസിഷൻസ് വന്ന ശേഷം ഓരോ പാർട്ടികളും കോൺഗ്രസിൽ തന്നെ
അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. നാഷണൽ മൂവ്മെന്റിൽ വളരെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്ന കോൺഗ്രസ് ആണ്. നമ്മൾ നാഷണൽ മൂവ്മെന്റ് ടൈമിൽ തന്നെ നമ്മൾ തുടക്കത്തിലെ കണ്ടിട്ടുണ്ട് ഒന്ന് 2 പാർട്ടിയായിട്ട് മാറുന്നത്. ഒന്ന് അഹിംസയുടെ ഭാഗത്ത് കൂടെ പോവാനും പിന്നെ ഒന്ന് ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള ലെവലിൽ അതിനെ പറ്റി നമ്മൾ ഇപ്പൊ പരാമർശിക്കുന്നില്ല. അവിടെ തന്നെ തുടക്കത്തിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ സിംബോളിക്കലി ഓരോ റീജിയനിലും അവരുടെ ലെവലിലുള്ള ലീഡേഴ്സ് ഉണ്ടാവും. ഈ ലീഡേഴ്സ് ആണ് ഉത്തർപ്രദേശിൽ, അതായത് ചരൺ സിംഗ് ഒരു റീജിയണൽ പാർട്ടി ഉണ്ടാക്കി 1969. അതിന്റെ പേരാണ് ഭാരതീയ ക്രാന്തി ദാൽ, BKD എന്ന് പറയും. ഇതിന്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള സപ്പോർട്ട് മുഴുവനും ചരൺ സിംഗും ഒരു കർഷക ഫാമിംഗ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയാണ്, കർഷക കുടുംബമാണ്. ആ കർഷക ജോലി ചെയ്യുന്ന യാദവാസ്, ജാത്ത്, കർമിനീസ് ഈ റേജിയൽ, അതായത് ഉത്തർപ്രദേശിലുള്ളവരെ ജോയിൻ ചെയ്യിക്കുകയും അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ലാൻഡ് റീഫോംസ് കൊണ്ടുവരാനും അതേമാതിരി ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവരാനും ആ സമയത്ത് ഉത്തർപ്രദേശിൽ അത് നടന്നു. അപ്പോൾ ഈ BKD എന്ന് പറയുന്നത് അതിന്റെ കോൺഗ്രസിന്റെ 2 ഇൻഫ്ലുവൻഷ്യൽ പാർട്ടീസ് ആയിട്ട് ആ സമയത്ത് മാറി. പിന്നെ അതിനുശേഷം നമുക്ക് നോക്കാവുന്നത് ബാക്കിയുള്ള സോഷ്യലിസ്റ്റ് പാർട്ടീസ്, അതായത് ചെറിയ ഡിനോമിനേഷൻസിലുള്ള സോഷ്യലിസ്റ്റ് പാർട്ടി, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി, ഇവരൊക്കെ വളരെ ലെസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ ആണെങ്കിൽ കൂടെയും 1977 മുതൽ 80 വരെ ജനതാ പാർട്ടിയാണ് കൂടുതലായിട്ട് പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കോൺഗ്രസിനെ. അതിനുശേഷം അവര് ജനതാ പാർട്ടി ഫോർമേഷൻ ചെയ്തപ്പോ മേജർ ആയിട്ടുള്ള ചെറിയ സം പാർട്ടീസ് ഒപ്പോസ് ചെയ്തിരുന്ന, അതായത് കോൺഗ്രസ് പാർട്ടീനെ ഒപ്പോസ് ചെയ്തിരുന്നവരും കൂടാണ്ട് എമർജൻസി വന്നു. 1975 മാർച്ചിൽ മുതൽ 77 വരെ ഒരു എമർജൻസി ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ ടൈമിലും ഈ പാർട്ടീസ് മെർജ് ചെയ്ത് എടുക്കുകയാണ്. ജനതാ പാർട്ടി ഇൻക്ലൂഡ് ചെയ്ത് ബാക്കിയുള്ള പാർട്ടികളും കൂടെ മെർജ് ചെയ്യാണ്. അങ്ങനെ മെർജ് ചെയ്യുമ്പോൾ ജനസംഘം, ഭാരതീയ ലോക്ദാൽ, കോൺഗ്രസ് CFD, കോൺഗ്രസ് ഫോർ ഡെമോക്രസി, ഇതെല്ലാം കൂടെ ഒരുമിച്ചായി. പിന്നെ ആ ജനതാ പാർട്ടി, അത്രയും വന്നിട്ടുള്ള ആ ജനതാ പാർട്ടി അധികകാലം നീണ്ടു നിന്നില്ല. അവരുടെ കാരണം അവർക്ക് ഡിസിന്റഗ്രേഷൻ, അല്ലെങ്കിൽ അവര് പിരിഞ്ഞു, പല പാർട്ടികളായി പിരിയാനുള്ള കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിൽ അവര് വേറെ വേറെ പാർട്ടീസ് ആയിട്ട് മാറ്റാൻ തുടങ്ങി. അപ്പൊ UP-ല്, അതായത് ഉത്തർപ്രദേശില് പാർട്ടീനെ ചരൺ സിംഗ് ആണ് ഉണ്ടാക്കുന്നത്, ലീഡറായിട്ട് വരുന്നത്. ആ ചരൺ സിംഗിന്റെ ആദ്യത്തെ പാർട്ടീനെയാണ് ജനതാദൾ S എന്ന് പറയാം. പിന്നെ നമുക്ക് ലേറ്റർ ഓൺ നമുക്ക് കാണാൻ പറ്റും ദാലിത് മസ്ദൂർ കിസാൻ പാർട്ടി, DMKP അങ്ങനെ വരുന്നു. പിന്നെയാണ് അതിനെ ലോക്ദാൽ എന്ന ലെവലിൽ അറിയപ്പെടുന്നു. ഇനി ഈ പാർട്ടി, അതായത് ചരൺ സിംഗ് തുടങ്ങിയ പാർട്ടി അങ്ങേരുടെ മരണം വരെ നടത്തിക്കൊണ്ടുപോയി. 1987 പുള്ളി മരിക്കുന്നത്. അതിനുശേഷം ഈ പാർട്ടി മെർജായി, ജനതാ പാർട്ടിയുടെ ജനതാദൾ സെക്യുലറിൽ മെർജായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ജാൻ മോർച്ച ഇവരൊക്കെ കൂടെ ജോയിൻ ചെയ്ത് ഒരു ജനതാദൾ JD എന്നുള്ളത് ഫോമായി. ഇതിനുശേഷം കോൺഗ്രസും ലോക്ദാലും ആയിരുന്നു രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടീസ് ആ സമയത്ത്. അതായത് ബീഹാറിൽ അനദർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബൈപോളാർ പാർട്ടി പറയുകയാണെങ്കിൽ കോൺഗ്രസ് പ്രൊവൈഡ് ചെയ്തിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടീസ് ജനതാ പാർട്ടി അല്ലെങ്കിൽ ലോക്ദാൽ പാർട്ടി. അതിന്റെ കൂടെ 1979 ജനതാ പാർട്ടിക്ക് ഒരു സ്പ്ലിറ്റ് വരുന്നു. അത് ബീഹാറിലും വന്നു. അപ്പൊ ഇങ്ങനെ ലോക്ദാൽ പാർട്ടി സ്പ്ലിറ്റായി ജനതാ പാർട്ടി, അതേമാതിരി ലോക്ദാൽ ആൻഡ് ദ കോൺഗ്രസ്, ഇത് രണ്ടും മേജർ പാർട്ടിയായിട്ട് ബീഹാറിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ലോക്ദാലിനെ മാറ്റി ജനതാദൾ 1979 മെർജർ ചെയ്ത് വലുതാക്കുന്നു. ഇതിനുശേഷം പഞ്ചാബ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ് ഇവിടെയൊക്കെ 2 പാർട്ടി സിസ്റ്റമാണ് റെപ്രസെന്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഇതിന്റെ കൂടാതെ കോൺഗ്രസ് പാർട്ടി കോമൺ ആയിട്ട് എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ടായിരുന്നു. അതായത് ഓരോ ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദ സ്റ്റേറ്റ്സ്, എല്ലാ സ്റ്റേറ്റ്സിലും കോൺഗ്രസിന്റെ ഒരു സാന്നിധ്യം നമ്മൾ കണ്ടിരുന്നു. ഈ ഒപ്പോസിഷൻ, കോൺഗ്രസിനെ ഒപ്പോസ് ചെയ്യുന്ന BJP രാജസ്ഥാനില്,
അതേമാതിരി ശിവസേന മഹാരാഷ്ട്രയില് നോൺ കോൺഗ്രസ് പാർട്ടീസ് ക്ലെയിം ചെയ്തിരുന്ന സ്റ്റേറ്റ്സിലൊക്കെ അവര് കണ്ടിന്യൂ ചെയ്തോണ്ട് അവരുടെ മെയിൻ പാർട്ടീസ് ആയ ഒപ്പോസിഷൻ മുഴുവനും 1970 മുതൽ 80 പല സ്റ്റേറ്റ്സിലും നമ്മൾ കാണപ്പെടുന്നത്. ഇതിനെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്തില്ല എന്നുള്ളതിന്റെ കാരണമാണിത്. ഇതിന്റെ ഈ 2 പാർട്ടി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തത് 1970 മുതൽ 80 വരെ പല സ്റ്റേറ്റ്സിലും അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരുന്നത്. ഇനി പാർട്ടി സിസ്റ്റം അതേ സ്റ്റേറ്റ്സില് 1990-കളിൽ എങ്ങനെ നടക്കുന്നു? 90 മുതൽ 210 വരെ 2010 വരെ ഇവിടെ മൾട്ടി പാർട്ടി സിസ്റ്റം വരികയാണ്. മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ നിന്ന് ഈ മൾട്ടിപ്ലിക്കേഷൻ ആണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ചെറുതായി ഫ്രാഗ്മെന്റ് ആയിട്ട് മാറി വരുന്നു. അപ്പൊ ഈ പാർട്ടി സിസ്റ്റത്തിനെ മാർക്ക് ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള 2 പാർട്ടി തന്നെയാണ്, നേരത്തെ പറഞ്ഞ പാർട്ടി തന്നെയാണ്. ഇതിന്റെ കൂടെ ലിങ്ക് ചെയ്ത് വന്ന ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. അതായത് ഇക്കണോമിക് റീഫോംസ് ഇന്ത്യയിൽ വരുമ്പോൾ അതിന്റെ പിൽക്കാലത്തും ഈ റീജിയണൽ പാർട്ടീസ് ഒരു ഫെഡറൽ സ്ട്രക്ചറിൽ കൂടെ വരികയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ 2002 ഒരു സെഞ്ചുറി ഒരു 12 സ്റ്റേറ്റ്സ്, അതായത് 12 സ്റ്റേറ്റ് ഇന്ത്യൻ യൂണിയനിൽ ഉണ്ടായിരുന്നു. അപ്പൊ റീജിയണൽ പാർട്ടീസ് ഓക്യുപ്പൈ ചെയ്യുന്ന പ്രോമിനന്റ് പൊസിഷനും സ്റ്റേറ്റ് ഗവൺമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സും കൂടെ അതിനെ 28 സ്റ്റേറ്റ് ആയിട്ട് വന്നു. 28 ഇന്ത്യയിൽ വരുന്ന സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസുമായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിൽ ബൈപാർട്ടി സിസ്റ്റം അല്ലെങ്കിൽ ഫോളോ ചെയ്ത് നടന്നത് മൾട്ടി പാർട്ടി സിസ്റ്റം. അപ്പോ ഈ എക്സാമ്പിൾസ് നോക്കുമ്പോൾ ബ്രോഡായിട്ട് നോക്കുമ്പോൾ ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ പൊളിറ്റിക്കൽ പാർട്ടീസിൽ വരുന്നതിന്റെ റിഫ്ലക്ഷൻ സൊസൈറ്റിയിൽ അവരുടെ റിലേഷൻഷിപ്പ്, അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പാർട്ടി ലീഡേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ അകത്തുള്ള ഫാക്ഷൻസും അവരുടെ പാർട്ടീസും, അതേമാതിരി സോഷ്യൽ ഗ്രൂപ്പ്, പല വിധത്തിലുള്ള സൊസൈറ്റിയിലുള്ളവരുണ്ടല്ലോ, അവരുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ് ഇത് പ്രിൻസിപ്പൽ റീസൺ ആയിട്ട് വരികയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് വരാനായിട്ട്. ഇനി അടുത്ത 40 വർഷം, അതായത് 1950 മുതൽ 80 വരെ അവിടെ ഒരു ഷിഫ്റ്റിംഗ് കാണുന്നുണ്ട് പാർട്ടിയിലെ. ഇന്ത്യൻ സ്റ്റേറ്റ്സില് ഓരോ പാർട്ടികളുടെയും സിംഗിൾ ആയിട്ടുള്ള പാർട്ടികൾ, അതായത് ഓരോ സംസ്ഥാനത്തുള്ള സിംഗിൾ ആയിട്ട് പാർട്ടികൾ, അത് കോൺഗ്രസ്, അതിൽ നിന്ന് മാറി 2 ബൈപോളാർ സിസ്റ്റം വന്നിരുന്നു. ഈ പാർട്ടി സിസ്റ്റത്തിനെ വിറ്റ്നസ് ചെയ്ത വ്യത്യാസങ്ങൾ മുഴുവനും 1990-ലാണ്. ഇതിന്റെ പല വിധത്തിലുള്ള മൾട്ടി പാർട്ടി സിസ്റ്റം സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുമ്പോൾ അവിടെ പാർട്ടി സിസ്റ്റം ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. മൾട്ടി പാർട്ടി സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നു. ഇതിന് ലിറ്ററേച്ചറിൽ നമ്മൾ നോക്കുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് പല വിധത്തിലുള്ള മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 1990 മുതൽ 2010 വരെയാണ് ഇത് നടക്കുന്നത്. ഇനി മൾട്ടി പാർട്ടി സിസ്റ്റം സംസ്ഥാനങ്ങളിൽ എങ്ങനെ വന്നു? ഉത്തർപ്രദേശ്, ബീഹാർ, തമിഴ്നാട്, ഇതേമാതിരി ബാക്കിയുള്ള സ്റ്റേറ്റ്സിലും മൾട്ടി പാർട്ടി സിസ്റ്റം വരുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശ്, ബീഹാർ, തമിഴ്നാടില് ഈ സെക്ഷനിൽ വരുന്നത് മുഴുവനും മൾട്ടി പാർട്ടി സിസ്റ്റത്തിന്റെ പ്രാധാന്യമാണ്. കാരണം 1990 മുതൽ അവിടെ മൾട്ടി പാർട്ടികളുടെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. ദ പ്രോസസ് അല്ലെങ്കിൽ ഇതിന്റെ 1980 മുതൽ എമർജൻസ് വരുന്നു ഒരു BSP, അതായത് ബഹുജൻ സമാജ്വാദി പാർട്ടിയാണ്, അല്ലെങ്കിൽ മെജോറിറ്റി സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നു. ഈ BSPയില് പെർസ്പെക്റ്റീവ്സ് ബഹുജൻ സമാജ്വാദിയിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഇന്ത്യൻ സൊസൈറ്റിയില് OBC, അതർ ബാക്ക്വേർഡ് ക്ലാസ്, ദാലിത്ത്, വുമൻ ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള മൈനോറിറ്റീസ് കൂടുന്നതാണ് ഈ BSP എന്ന് പറയുന്ന ഈ പാർട്ടിയായിട്ട് മാറുന്നത്. ഈ BSPയില് ഏറ്റവും കൂടുതൽ ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ലാർജസ്റ്റ് ഗ്രൂപ്പിന്റെ സപ്പോർട്ടേഴ്സ് മുഴുവനും ദാലിത്ത്, അതായത് ദാലിത്ത് എന്ന് പറയുമ്പോൾ താഴ്ന്ന ജാതിക്കാർ എന്നാണ് അതിന്റെ അർത്ഥം. ഏറ്റവും സൊസൈറ്റിയിലെ താഴ്ന്ന ജാതിക്കാരായ ദാലിത്തിന്റെ സപ്പോർട്ടാണ് ഇവർക്ക് കൂടുതലുള്ളത്. ഇതിന്റെ ലീഡറായിട്ട് വരുന്നത് മായാവതിയാണ്. മായാവതി 4 പ്രാവശ്യം 90-ലും
210 4 പ്രാവശ്യം ചീഫ് മിനിസ്റ്റർ ആയിട്ട് അവരുടെ സ്റ്റേറ്റിൽ വരികയും അവിടുത്തെ സോഷ്യൽ പ്രോഗ്രാംസിൽ ഇൻവോൾവ് ചെയ്യുകയും അങ്ങനെ റെക്കഗ്നേഷൻ കിട്ടി. അവരുടെ സിംബോളിക് ആയിട്ട് ദാലിത്തിന്റെ അസോസിയേഷനും മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ആയിട്ട് വരുന്നു. ഇനി ഈ BSPന്റെ എക്സിസ്റ്റൻസിൽ തന്നെ വേറെ പാർട്ടീസ് ഉത്തർപ്രദേശിൽ വരുന്നുണ്ട്. ഇത് കോൺഗ്രസ്, ജനതാദൾ, RLD, സമാജ്വാദി പാർട്ടി SP, ഇങ്ങനെ വേരിയസ് ആയിട്ടുള്ള പല വിധത്തിലുള്ള ചെറിയ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പാർട്ടീസും വരുന്നു. ഇതിൽ ജനതാദൾ എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് 1988 ഇതിന്റെ ഫോർമേഷൻ വരുന്നത് ജനതാദൾ UPയിൽ വരുമ്പോൾ അവിടെ 2 പാർട്ടിയായിട്ട് അത് പിരിയുന്നു, സ്പ്ലിറ്റ് ആവുന്നു. ഒരു സ്പ്ലിറ്റിൽ RLD ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നത് അജിത് സിംഗ്, SP ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നത് മുലായം സിംഗ്. ഇങ്ങനെ ഓരോരുത്തരുടെ ഇൻഫ്ലുവൻസ് അനുസരിച്ചും പാർട്ടി പിരിഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ഈ മൾട്ടി പാർട്ടി സിസ്റ്റം കാണുന്നത്. ഈ പീരീഡിൽ നമ്മൾ ഡിക്ലൈൻ ആയിട്ട് വരുന്നത് പാർട്ടികൾ കൂടുതലായിട്ട് കാണാൻ പറ്റും. കോൺഗ്രസിന്റെ പവറും കുറഞ്ഞു വരും. ഇനി കോൺഗ്രസ്, SP, BSP, RLD, BJP ഇല്ല, ബാക്കിയുള്ള എല്ലാ സ്മോൾ പാർട്ടീസും കൂടെ ഫോർമേഷൻ, ഗവൺമെന്റ് ഫോർമേഷൻ പല വിധത്തിലും വരുമ്പോൾ 1993 മുതൽ 2020 വരെ ഇങ്ങനെ വന്നു പോകുന്നു. ഇനി 1990 UPയില് എമർജൻസ് ഓഫ് സിംഗിൾ കാസ്റ്റ്, സിംഗിൾ പാർട്ടി, സ്മോൾ പാർട്ടി അങ്ങനെയും വരുന്നു. അപ്പൊ ഇവിടെ വരുന്നത് എന്താണ്? ലീഡേഴ്സിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവരുടെ കാസ്റ്റിന്റെ ബേസിൽ വരുന്ന ഗ്രൂപ്പും അവരുടെ സപ്പോർട്ട്, ഇതിനെയാണ് അപ്നാ ദാൽ എന്ന് പറയുന്നു. അപ്നാ ദാൽ എന്ന് പറയുമ്പോൾ അപ്ന എന്ന് വെച്ചാൽ സ്വന്തം, ദാൽ എന്ന് വെച്ചാൽ ഫോർമേഷൻ, ഗ്രൂപ്പ്. അതിനെ ഫൗണ്ട് ചെയ്തത് സോനേലാൽ പട്ടേലാണ്. അതിനുശേഷം അങ്ങയുടെ മകളായ അനുപ്രിയ പട്ടേലാണ് മിനിസ്റ്റർ ആവുന്നത്. NDA ഗവൺമെന്റിൽ 1914 മുതൽ 2019 വരെ NDA ഗവൺമെന്റിൽ അനുപ്രിയ പട്ടേൽ ഒരു മിനിസ്റ്റർ ആയിരുന്നു. ഇനി ഈ പാർട്ടീസിന്റെ ഫോർമേഷൻ OBCയും MBCയും അതേമാതിരി തന്നെ BSPയിലുള്ള മെമ്പേഴ്സ്, ബഹുജൻ സമാജിലുള്ള മെമ്പേഴ്സ്. ഇത് കൂടാണ്ട് ഈ ഫീലിംഗ് വരുന്നത് റെക്കഗ്നേഷൻ, ലീഡേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യുക. MCസില് അതേമാതിരി അവരും സ്വന്തമായ പാർട്ടികള്, അതായത് 2021 ഓൺ പാർട്ടീസ് ഉണ്ടാക്കുന്നു. അങ്ങനെ പാർട്ടീസ് വരുമ്പോൾ മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ് ആയ BSP, BJP ആൻഡ് SP ഇതിലൊക്കെ അലയൻസ് വെച്ചാൽ കൂട്ടുകൂടി എലക്ഷൻ നിൽക്കുക എന്നുള്ള അർത്ഥമാണ്. അലയൻസ് എന്ന് വെച്ചാൽ കൂട്ടുകൂടുക. എന്നിട്ട് അവർ ഗവൺമെന്റിന്റെ ഫെയർ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഫോർമേഷൻ വരും. എത്ര സീറ്റ് കിട്ടുന്നോ അതിന്റെ ഒരു ബാർഗൈനിങ് അവിടെ നടക്കും മെയിൻ പാർട്ടീസിൽ. ഇനി ബീഹാറിലും ഇതേമാതിരി തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മൾട്ടി പാർട്ടി സിസ്റ്റം വരുന്നുണ്ട് 1990. പിന്നെ വേരിയസ് ആയിട്ടുള്ള പാർട്ടികൾ എന്ന് വെച്ചാൽ RJD, JD, LJSP, BJP ആൻഡ് കോൺഗ്രസ്. ഇത് കൂടാണ്ട് ചെറിയ പാർട്ടികളുണ്ട്. ഹാം എന്ന് പറയും, ഹിന്ദുസ്ഥാൻ ആവം മോർച്ച. അത് ലീഡർ ആണെങ്കിൽ ജിതൻ റാം മഹാനി. പിന്നെ RLSP, രാഷ്ട്രീയ ലോക് സമാജ് പാർട്ടി, അതിന്റെ ലീഡർ ആണെങ്കിൽ ഉപേന്ദ്ര കുശ്വ. ഇങ്ങനെ പാർട്ടികളും പേരുകളും മാറി വന്നുകൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ RJDയും JDUവും LJSPയും എമർജ് ചെയ്ത ഒരു സ്പ്ലിറ്റ് ഇൻ കോമൺ പാർട്ടിയായ ജനതാദളിൽ വരുന്ന സ്പ്ലിറ്റ് ആണ്. ആ സ്പ്ലിറ്റിന്റെ കൂടെ 2 പാർട്ടി, ഒരു പാർട്ടി SP മുലായം സിംഗും RLD ഞാൻ നേരത്തെ പറഞ്ഞു അജിത് സിംഗ്. ഇതിന്റെ കൂടെ തന്നെ മൂന്നാമത്തെ പാർട്ടിയായ RJD, അതിന്റെ ലീഡറായിട്ട് വരുന്നത് ലാലു പ്രസാദ് യാദവ്. അതേമാതിരി വേറെ JDU ലീഡ് ചെയ്യുന്നത് നിതീഷ് കുമാർ, LJP ലീഡ് ചെയ്യുന്ന രാംവിലാസ് പാസ്വാൻ. അതായത് അവനവന്റെ ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട് അവരൊരു പാർട്ടി ഉണ്ടാക്കും. അവർക്കുള്ള പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കോമൺ പൊളിറ്റിക്കൽ, കോമൺ ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ഇതിന്റെ കാരണം.
ഇതിന്റെ കൂടെ സോഷ്യലിസ്റ്റ് ഐഡിയോളജി ഉള്ള രാം മനോഹർ ലോഹിയയും ജയപ്രകാശ് നാരായണനും മാർജിനലൈസ്ഡിലെ കമ്മ്യൂണിറ്റീസ് ആയ OBCയും ദാലിത്തും നമ്മൾ നേരത്തെ കണ്ടു. ഇവർ ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് സെക്ഷൻസും അവരുടെ സപ്പോർട്ടും അവരുടെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ജാതിനെ സ്പർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ജാതിയും അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ഇൻട്രസ്റ്റ് ആണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് റീജിയണൽ പാർട്ടീസ് പല സ്റ്റേറ്റ്സിലും ഫോർമേഷൻ വരികയും അത് സ്പ്ലിറ്റ് ആവുകയും മെർജ് ചെയ്യുകയും ഇങ്ങനെ മാറി ഇത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ രാഷ്ട്രീയ സമാജ് പാർട്ടി 2009 അത് മെർജ് ചെയ്തു JDന്റെ കൂടെ ലേറ്റർ ഓൺ. ഇങ്ങനെ രാഷ്ട്രീയ ലോക് സമാജ് പാർട്ടി അഗൈൻ മെർജ് ചെയ്തു JDയുടെ കൂടെ. ഇങ്ങനെ ജത്തിൻ മൾട്ടിപ്ലിക്കേഷൻ പാർട്ടീസ് ഇങ്ങനെ വന്ന് ഇത് ഡിക്ലൈൻ, അതായത് ഇവരുടെ പവർ സ്ട്രക്ചർ കൂടും. അപ്പൊ എന്ത് പറ്റും, പിരിഞ്ഞു പോകുമ്പോഴത്തേക്കും കോൺഗ്രസിന്റെ എക്സ്പാൻഷൻ സാധിക്കാണ്ട് വരുന്നു. അങ്ങനെയാണ് BJPയും അക്രോസ് ദ കമ്മ്യൂണിറ്റീസിൽ ഫോർമേഷൻ പാർട്ടി ഉണ്ടാവുകയും ലീഡേഴ്സ് OBCന്നും ദാലിത്തുനിന്ന് വരുന്നു. ഇത് കൂടാണ്ട് എക്സ്പാൻഷൻ, BJPന്റെ എക്സ്പാൻഷൻ 1909 മുതൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മൾ കാണുന്നത്. ഡിക്ലൈൻ, കോൺഗ്രസ് താഴ്ന്നു പോവാൻ തുടങ്ങിയും അങ്ങനത്തെ പെർഫോമൻസിൽ കൂടെ 1990 ഒരു സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഒരു ഗെയിൻ ആണ് അവർക്ക് കിട്ടുന്നത്. അതേമാതിരി തന്നെ ഇനി തമിഴ്നാട്ടില് സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മൾട്ടി പാർട്ടി സിസ്റ്റം ഉണ്ട് 1990 മുതൽ. അവിടെ ആദ്യം തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നത് ദ്രാവിഡ മുന്നേറ്റ കഴകം, അതായത് DMK പാർട്ടി. പിന്നെ നമുക്ക് വേറെ പാർട്ടി കാണാൻ പറ്റും, AIDMK, ഓൾ ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകം. PMK എന്ന് വെച്ചാൽ പാട്ടാളി മക്കൾ കച്ചി. അതേമാതിരി ഇതെല്ലാം ദ്രവീഡിയൻ പാർട്ടീസ് ആണ്. തമിഴ് മാനില കോൺഗ്രസ്, TMC, MIM, CPIM, കോൺഗ്രസ്, BJP, ഇങ്ങനെ പല വിധത്തിലുള്ള പാർട്ടികളാണ് കോൺഗ്രസ് തമിഴ്നാട് സ്റ്റേറ്റിൽ കണ്ടിട്ടുള്ളത്. ഇതിന്റെ എല്ലാത്തിന്റെയും അവരുടെ ലീഡർഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള പാർട്ടീസ് ആണ്. ദ്രവീഡിയൻ പാർട്ടികളുടെ അവരുടെ ഐഡിയോളജി മുഴുവനും പ്രൊവൈഡ് ചെയ്യുക, സെൽഫ് റെസ്പെക്ട് കൊടുക്കുക, അതേമാതിരി പ്രൊട്ടക്ട് ചെയ്യുക, തമിഴ് ലാംഗ്വേജിനെ പ്രൊട്ടക്ട് ചെയ്യുക, ദ്രവീഡിയൻ കൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഇതായിരുന്നു അവരുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ്. എന്താന്ന് വെച്ചാൽ ഈ DMK 1949 DMK CN അണ്ണാദുരൈ, അന്നത്തെ തമിഴ് ലീഡറാണ് CN അണ്ണാദുരൈ. അങ്ങേരുടെ ഓർഗനൈസിങ് സ്കില്ലിലാണ് ഇത് DMK ഫോം ആകുന്നത്. അതിനുശേഷം 72 പിന്നെയും ഈ DMK സ്പ്ലിറ്റ് ആവുന്നു. അതിന്റെ പേര് AIDMK, അതായത് ഓൾ ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞ് വേറൊരു ന്യൂ പാർട്ടി വരുന്നു. ഇതിന്റെ ദ്രവീഡിയൻസിന്റെ ഇമ്പോർട്ടൻസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് കൂടാണ്ട് ഇവരുടെ ഡോമിനന്റ് പാർട്ടികളായ കമ്പാരിസൺ നോക്കുമ്പോ എക്സ്പെഷ്യലി DMKയും AIDMK വന്നു. AIDMKനെ സപ്പോർട്ട് കൊടുത്തത് കോൺഗ്രസ് ആണ്. പിന്നെ BJP കമ്മ്യൂണിറ്റി പാർട്ടീസ് വളരെ ചെറുതായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. 1977 DMK പിന്നെയും ഒന്ന് സ്പ്ലിറ്റായി. AIDMK, അതായത് ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം. അത് ലീഡർ ആയിട്ടിരുന്ന, പോപ്പുലർ ആയിരുന്നില്ല ഫിലിം സ്റ്റാർ ആയ MG രാമചന്ദ്രനാണ് അത് ലീഡർഷിപ്പ് ആവുന്നത്. അതായത് അവരുടെ DMKയിൽ ഉണ്ടായിരുന്ന കരുണാനിധിയും MG രാമചന്ദ്രൻ രണ്ടുപേരും ഫിലിം വേൾഡിൽ നിന്ന് വരുന്നവരാണ്. അവരുടെ അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് ഈ AIDMK ഫോർമേഷൻ വരുന്നത്. അതുകൂടാണ്ട് നരേന്ദ്ര സുബ്രഹ്മണ്യം പറയുന്നുണ്ട്, ഈ മൾട്ടിപ്പിൾ പാർട്ടീസിൽ കൂടെ അവരുടെ ദ്രാവിഡ പാർട്ടീസിന്റെ ഓട്ടോണമിയും അവിടെ ഫ്ലെക്സിബിലിറ്റിയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് അർത്ഥം. ഇനി 2 പാർട്ടി സിസ്റ്റം ഉള്ള സ്റ്റേറ്റ്സിൽ എങ്ങനെയാണ് വരിക? ഇവിടെ 2 പാർട്ടി സിസ്റ്റം വരുമ്പോൾ രാജസ്ഥാനിലും പഞ്ചാബിലും 2 പാർട്ടിയാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഈ പാർട്ടിയിൽ ബാക്കിയുള്ള സ്റ്റേറ്റ്സിനെ കാട്ടി ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് ദാലിത്താണ് ഉത്തർപ്രദേശില്. അപ്പൊ അതേമാതിരി തന്നെ BSP, OBC UPയിലും ബീഹാറിലും ഈ SP and RLD ഫോർമേഷൻ നമ്മൾ കണ്ടു.
ഇത് കൂടാണ്ട് ചെറിയ പാർട്ടികളും അത്ര ചെറുതല്ലാത്ത സിഗ്നിഫിക്കൻസ് ഇല്ലാത്ത പാർട്ടികളും പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ട് സ്റ്റേറ്റിൽ ഇവിടെ കാണുന്നുണ്ട്. ഇതിന് ശേഷം ഇവിടെ 2 പാർട്ടി സിസ്റ്റമാണ് കൂടുതലായിട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റുകളിൽ കാണുന്നത്. ഇതിന്റെ റീസൺ തന്നെ അവർക്ക് ആബ്സെൻസ് മൾട്ടി പാർട്ടി സിസ്റ്റം അവിടെ ഇല്ലാത്ത കൊണ്ടും ആ റെക്കഗ്നേഷൻ പൊളിറ്റീഷ്യൻസും ലീഡേഴ്സും സോഷ്യൽ ഗ്രൂപ്പും കാസ്റ്റ് ഫോർമേഷൻ ഒക്കെ ഇല്ലാത്ത കൊണ്ടാണ് അവിടെ അങ്ങനെ 2 പാർട്ടി സിസ്റ്റമായിട്ട് അത് നിൽക്കുന്നത്. ഇനി മെയിൻ പാർട്ടി ടു ഫോം 2 പാർട്ടി ഈ സ്റ്റേറ്റ്സിലൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഫാക്ഷണലിസവും കോമ്പറ്റീഷനും മെയിൻ പാർട്ടീസും ആയിരുന്നു. ഇവിടെ രാജസ്ഥാൻ എടുക്കുകയാണെങ്കിൽ രാജസ്ഥാൻ സ്റ്റേറ്റില് റെപ്രസെന്റേഷൻ ചെയ്യുന്നത് കോൺഗ്രസും BJPയും ഇവർ രണ്ടുമാണ്. ഈ 2 പാർട്ടി ഫോർമേഷൻ രാജസ്ഥാനിലുണ്ട്. ഇതിന്റെ ഫോർമേഷൻ പോയിന്റ്സ് വന്നത് 1990-ലാണ്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻഷ്യൽ കാസ്റ്റ് വരുന്നു PICS. ജാത്തും രജപുട്സും ബ്രാഹ്മിൻസും എല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്ത് 2 പാർട്ടിയിലും അവർ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്. ഇവരെയൊക്കെ BJPയിലും ജോയിൻ ചെയ്യാം, കോൺഗ്രസിലും ജോയിൻ ചെയ്യാം. പിന്നെ അതർ കാസ്റ്റ് എന്ന് പറയുന്നത് ദാലിത്തിന്റെ മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ്സസ് MBC അവരും പൊളിറ്റിക്കലി മാർജിനലൈസ്ഡ് കാസ്റ്റ് PMCs ഇതും സ്റ്റേറ്റ്സിലുണ്ട്. ഇവർക്ക് പ്രത്യേകമായിട്ട് ഒരു പാർട്ടി ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടെയും അവർക്ക് എവിടെ താല്പര്യമോ അവിടെ ജോയിൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 1999 RSJF രാജസ്ഥാൻ സോഷ്യൽ ജസ്റ്റിസ് ഫോറം അത് ഓർഗനൈസ് ചെയ്തു. അതിന്റെ ഉദ്ദേശം കോൺഗ്രസിന് ഒപ്പോസ് ചെയ്യുക അതേമാതിരി സ്റ്റേറ്റില്. ഇതിന് ശേഷം CD ചെയ്ത് അവര് സ്റ്റേറ്റില് ഏതൊക്കെ സ്റ്റേറ്റ് ആണ് അതിൽ വരുന്നതെന്ന് വെച്ചാൽ സിക്കർ, ജുഗ്ജുനു, CPM വന്നു. പിന്നെ സപ്പോർട്ടിന്റെ സിംഗിന്റെ 2020 വന്നു. പഞ്ചാബിന്റെ 3 പാർട്ടീസാണ് അവിടെ കാണുന്നത്. കോൺഗ്രസ് ഉണ്ട്, പഞ്ചാബില് കോൺഗ്രസ് ഉണ്ട്, ശിരോമണി അകാലിദാൾ ഉണ്ട്, അതിനെ അകാലിദാൾ എന്ന് പറയുന്നു, പിന്നെ BJP എന്ന് പറയുന്നു. ഇതിനെ അകാലിദാൾ മുഴുവനും സിഖിന്റെ അതായത് സിഖുകാരന്മാരുടെ അല്ലെങ്കിൽ കർഷക ഗ്രൂപ്പാണ് അവര്. ജാത്ത് സിഖ് എന്നാണ് അവരെ പറയുക. ഇവരുടെ ബേസ് BJP ആണ് സ്ട്രോങ് അർബൻ ഈ ഏരിയകളിൽ. ഇവരുടെ പൊളിറ്റിക്സ് പഞ്ചാബിലെ അകാലിദാളിലും BJPയും നല്ല സ്ട്രോങ് അലയൻസ് ഉണ്ട് 2020 വരെ. പിന്നെയാണ് അവർക്ക് ഒരു പതിയെ ഒരു വ്യത്യാസം വരുന്നത്. ഡിഫറൻസസ് അതായത് ഫാർമറിന്റെ അല്ലെങ്കിൽ കർഷകരുടെ BJP ലീഡ് ചെയ്ത NDA ഗവൺമെന്റ് വരികയും അതിൽ കൂടെ ചില ഫാർമറിന്റെ ആക്സിൽ കൂടെയും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള പാർട്ടികളുടെ ബിസിനസ് ഒക്കെ തീരുകയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പരാമർശിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ അടുത്ത ലെസൺ അതായത് 10ാമത്തെ ലെസണിൽ നമ്മൾ പറയുന്നത് ഇലക്ട്രൽ പൊളിറ്റിക്സ് ആണ്. എത്രത്തോളം ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഏതൊക്കെയാണ് പൊളിറ്റിക്സ് ഡെമോക്രസിയില് ഇലക്ട്രൽ പൊളിറ്റിക്കൽ വഴി നമ്മൾ ഇഷ്യൂസ് എന്തൊക്കെയാണ് മൊബിലൈസേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ഈ ചാപ്റ്ററിൽ പരാമർശിക്കുക. ഇവിടെ ഇലക്ട്രൽ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇലക്ഷൻസ് നടത്തുക, കണ്ടക്ട് ചെയ്യുക. ആ കണ്ടക്ട് ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും സ്പെസിഫിക് ആയ ടൈം വേണം. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ഷൻസ് തുടങ്ങുന്നതിന് മുമ്പേ അത് സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം ഏതൊക്കെ ഇലക്ഷൻസ് ആണ്, എങ്ങനെയാണ് പാറ്റേൺസ് മൊബിലൈസേഷൻ പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുക്കുക, ലീഡേഴ്സിന്റെ വോട്ടിംഗ് എങ്ങനെയായിരിക്കും ഇത് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള അതായത് സത്യസന്ധമായ ഒരു ഇലക്ഷൻസ് നടത്താൻ ഏതൊക്കെ സോഷ്യൽ ഗ്രൂപ്പ്സിന് പറ്റും, ഏതൊക്കെ മെഷേഴ്സ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്, അതായത് ജനാധിപത്യമാണ്. അപ്പൊ ഈ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ ആയത് 1950-ലാണ്. അതിനുശേഷമാണ് എല്ലാ അഡൽട്ടിനും അതായത് 18 വയസ്സായ പുരുഷ സ്ത്രീകൾക്ക് വോട്ടിംഗ് അവകാശത്തിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയാം. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വോട്ടിംഗ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് നമ്മളുടെ ഇന്ത്യയിൽ അഡൽട്ടിന്റെ ഒരു എലിജിബിലിറ്റി, അതിനു മുമ്പൊക്കെ എലിജിബിലിറ്റി ഉണ്ടായിരുന്നില്ല. ജനറൽ ഇലക്ഷൻ നടക്കുന്നത് 1951 മുതൽ 52-ലാണ് ആദ്യത്തെ ഇലക്ഷൻ ഇന്ത്യയിൽ. അവിടെ
നമുക്ക് ഇലക്ഷനിൽ ഉണ്ടായിരുന്നത് ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫ്രാഞ്ചൈസി ആയിരുന്നു. ആ റെസ്ട്രിക്റ്റഡ് ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ അതായത് ആർക്ക് വോട്ട് ചെയ്യാം, അതായത് ധനവാന് വോട്ട് ചെയ്യാം, ഗവൺമെന്റിന് റെന്റ് കൊടുക്കുന്നതിന് വോട്ട് ചെയ്യാം, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് വോട്ട് ചെയ്യാം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് വേണമായിരുന്നു. പിന്നെയാണ് അത് രണ്ട് തരത്തിലുള്ള ഇലക്ഷൻസ് ആണ് നടന്നുകൊണ്ടിരുന്നത്. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ഇലക്ഷൻ ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് ഒരു കാൻഡിഡേറ്റ് വോട്ട് ചെയ്യുക. പിന്നെ ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഇലക്ഷൻ. ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാൻഡിഡേറ്റിനെ ഇലക്ട് ചെയ്ത് MP ആയിട്ട്, മെമ്പർ ഓഫ് പാർലമെന്റ് ആയിട്ടോ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ടോ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിട്ടോ സ്റ്റേറ്റ് ലെവലിൽ നിന്നാണ് അയക്കുന്നത്. ഇവരുടെ കൊണ്ട് പ്രയോഗം എന്താന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും മെമ്പേഴ്സ് ഓഫ് രാജ്യസഭയ്ക്കും വേണ്ടിയിട്ടുള്ള ഇലക്ഷന് നമ്മൾ ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ, ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കൂടെ നമ്മൾ പർപ്പസ് ചെയ്യുന്നത് ഇലക്ട് ചെയ്ത റെപ്രസെന്റേറ്റീവ്സിനെ 3 വിധത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ലോക്സഭ, പിന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലെവലില്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോക്കൽ ഗവർണൻസ്, അതായത് പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റൂറൽ ആൻഡ് മുനിസിപ്പാലിറ്റീസ് ഓഫ് അർബൻ ഏരിയാസ്. ഇത് 1951 മുതൽ 1971 വരെ ജനറൽ ഇലക്ഷൻസ് ലോക്സഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആണ് നടന്നത്. അതിനുശേഷം 71 സെപ്പറേറ്റ് ആയിട്ട് നടന്നു. അതിനുശേഷം ഫ്രീക്വൻസി ഇലക്ഷൻ, ലോക്സഭയ്ക്കുള്ള ഇലക്ഷനും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കുള്ള ഇലക്ഷൻസും നടന്നുകൊണ്ടിരുന്നു, അതായത് 1990 വരെ. പിന്നെ ഇലക്ഷൻസിന്റെ വ്യത്യാസങ്ങൾ, ഹോൾമാർക്ക് എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയിൽ നമ്മള് ഫെഡറൽ ഗവൺമെന്റ് ആണ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷനാണ് ഇത് ഇലക്ഷൻ നടത്താൻ തയ്യാറെടുക്കുന്നതും അവരാണ് മാനേജ് ചെയ്യേണ്ടതും. ഫെയർ ആയിട്ടും ഫ്രീ ആയിട്ട്, അതായത് കറപ്ഷൻ ഇല്ലാണ്ട് ഇലക്ഷൻ നടത്താനുള്ള അധികാരമുള്ളത് ഇലക്ഷൻ കമ്മീഷനാണ്. അതായത് ഇന്ത്യയുടെ 15ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള പ്രകാരമാണ് ഈ ഇലക്ഷൻസ്, അസംബ്ലി ഇലക്ഷൻസും കൗൺസിൽസും സ്റ്റേറ്റ്സിൽ നടക്കുക. ഇനി ആർട്ടിക്കിൾ 324 പ്രകാരം ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനാണ് ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഇത് റെസ്പോൺസിബിൾ ആയിട്ട് മാനേജ് ചെയ്യുകയും യൂണിയൻ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും അവർ വേണ്ട വിധത്തിൽ പ്രിപ്പറേഷൻ ചെയ്ത് വേണം അത് കണ്ടക്ട് ചെയ്യാൻ. ആർട്ടിക്കിൾ 170 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ പ്രൊവിഷൻസും സ്റ്റേറ്റ് അസംബ്ലിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് പൊളിറ്റിക്സിന്റെ, ഇലക്ട്രൽ പൊളിറ്റിക്സ് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ പാർട്ടി സിസ്റ്റം അനുസരിച്ച് ലീഡർഷിപ്പിന്റെ ഇലക്ട്രൽ പൊളിറ്റിക്സ് ആണ്. ആ സബ്ജക്റ്റിന് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഇലക്ഷൻ, അതായത് ഇലക്ഷൻ എങ്ങനെ നടത്തണം എന്നുള്ളതിനെയാണ് നമ്മൾ സൈഫിയോളജി എന്ന് പറയും. ഇതിൽ കൂടെ നമ്മൾ പറയാറുന്നത് ഏതാ വിധത്തിലുള്ള പ്രൊവിഷൻ കൊടുക്കണം, ബാലറ്റ് പേപ്പറിന്റെ ഇലക്ട്രൽ പൊളിറ്റിക്സ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനുശേഷം ഇവരുടെ ഓരോരുത്തരുടെയും ആ പ്രോമിനന്റ് ആയിട്ടുള്ള ലീഡേഴ്സ്, അവർക്ക് സ്ട്രോങ് സപ്പോർട്ട് അവരുടെ ബേസിന് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സിൽ ഉണ്ടാവും നോക്കുക. പല വിധത്തിലുള്ള ലീഡേഴ്സും ഏർലിയർ മെമ്പർ ആയിരുന്ന, കോൺഗ്രസ് മെമ്പർ ആയിരുന്നവരായിരിക്കാം, പിന്നെ റീജിയണൽ ലെവലില് ലീഡേഴ്സ് ആയിരിക്കാം, പാർട്ടീസ് റിഫ്ലക്ട് ചെയ്യുന്ന സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കാം, പല വിധത്തിലുള്ള ആസ്പിറേഷൻസ് ഡിഫറെന്റ് സ്റ്റേറ്റ്സിൽ ഉണ്ടാവും. എങ്ങനെയായാലും റീജിയൻ വൈസും കാസ്റ്റ് വൈസും, ജാതി, അവർ താമസിക്കുന്ന സ്ഥലം, ലാംഗ്വേജ്, അവർ ഉപയോഗിക്കുന്ന ഭാഷ, അവരുടെ മതം, അവരുടെ കൾച്ചർ, ഇതിലെല്ലാം കടപ്പെട്ടുകൊണ്ടായിരിക്കും അത് പോകുന്നത്. അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ നമ്മൾ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിനെ റെക്കഗ്നേഷൻ വരുമ്പോൾ റീജിയണൽ പാർട്ടി ഓർ സ്റ്റേറ്റ് പാർട്ടി എന്നും പറയാറുണ്ട്. അങ്ങനെയാണ് 1990 മുതൽ തുടങ്ങിയത്. ഇനി പോളിസി, ചരൺ സിംഗിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഇൻഫ്ലുവൻസിൽ കൂടെ പോളിസി മേക്കിംഗ്, ഏത് പോളിസിയാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ടാണ് ഉത്തർപ്രദേശിൽ 60-ൽ ഇത് വളരെ ഫോർമുലേഷൻസിന്റെ, UP-യിലും ഹരിയാനയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടായി.
അപ്പോ അങ്ങേരെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയതും വളരെ കുറച്ചു കാലത്തേക്കാണ്. അതിനുശേഷം ഈ ചരൺ സിംഗും ജനതാ പാർട്ടിന്റെ ഇഫക്ട് കാരണം, അതായത് ഹൈലൈറ്റ് ചെയ്തെന്ന റിസർവേഷന്റെ ബേസിസിലായിരുന്നു. OBCന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള റിസർവേഷനിലാണ് അവരുടെ അഭിപ്രായ വ്യത്യാസം വരുന്നത്. പിന്നെ അതിന്റെ ഫോളോ ആയിട്ട് നമുക്ക് മണ്ഡൽ കമ്മീഷൻ 1978 ആ ജനതാ പാർട്ടി റെഷീമില് മൊറാർജി ദേശായി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. അങ്ങനെ അത് വരികയും അതിൽ വഴി ഈ ജനതാ പാർട്ടിനെ അവർ കൺട്രോൾ ചെയ്യാനും തുടങ്ങി. സ്റ്റേറ്റ് ലെവൽ പാർട്ടീസിലെ ലീഡേഴ്സ് ഇൻക്രീസ് വന്നത് 1990-ലാണ്. ഇതിന് BSP എസ്റ്റാബ്ലിഷ് ചെയ്യുക കനിഷ് റാമാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും. BJP അടുത്തതായിട്ട് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള പേരിലും റോൾ ഓഫ് റിലീജിയൻ ഫോക്കസ് ചെയ്ത മൊബിലൈസേഷൻ ഇലക്ട്രൽ പോളിറ്റിക്സിൽ അത് യൂട്ടിലൈസ് ചെയ്തു. ഇത് കൂടാണ്ട് 2 വിധത്തിലുള്ള ടൈപ്പ് ഓഫ് പാർട്ടി സിസ്റ്റം പറയാൻ പറ്റും. അതായത് 2 പാർട്ടി സിസ്റ്റം ആൻഡ് മൾട്ടി പാർട്ടി സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ പൊളിറ്റിക്സിൽ മാർക്ക് ചെയ്യുന്ന കോമ്പറ്റീഷൻ, അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻസ് ആണ് കൂടുതൽ കാണുക. നാഷണൽ പാർട്ടീസും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ, അതായത് സ്റ്റേറ്റ് ലെവല്. ഇവിടെ 2 വിധത്തിലും സ്റ്റേറ്റിലും നാഷണൽ പാർട്ടീസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാണ്ട് ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റീസ് ഉണ്ട്, അലയൻസിൽ ഫോം ചെയ്ത റീജിയണൽ പാർട്ടീസ് ഉണ്ട്, നാഷണൽ ലെവലിലുള്ള പാർട്ടീസും ഇലക്ഷന് നിൽക്കാറുണ്ട്. ഇലക്ഷൻസിന്റെ കമ്മീഷനൊക്കെ 1960-ലാണ് പഠിക്കാൻ തുടങ്ങിയത്. 3 മെത്തേഡാണ് അപ്രോച്ച് ചെയ്തത് എങ്ങനെയാണ് ഇലക്ഷൻസ് എന്നുള്ളത്. ആദ്യത്തെ മെത്തേഡിന്റെ പേരാണ് സർവേ റിസർച്ച്. ഇക്കോളജിക്കൽ അനാലിസിസ് ചെയ്തു, ഫീൽഡ് വർക്ക് ചെയ്തു, ഓർ എത്തമോളജിക്കൽ. പിന്നെ അതിന്റെ ബേസിസില് സർവേ ബേസ് ചെയ്ത് ഇലക്ഷൻസ് ഉണ്ടാക്കി. 1960 മുതൽ ഇലക്ഷൻസിന്റെ പോപ്പുലർ സ്റ്റഡീസും ഇലക്ഷൻ 84 ലോക്സഭ ഇലക്ഷൻ അതിനെപ്പറ്റിയും നമ്മൾ പരാമർശിക്കുന്നുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള സ്കോളേഴ്സ് പൊളിറ്റിക്സിനെ പല വിധത്തിലാണ് പഠിക്കുന്നതും പല വിധത്തിലാണ് അവര് പരാമർശിക്കുന്നതും. ഇതിൽ കൂടെ ഈ സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ ഇലക്ഷൻസിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഇലക്ഷൻ പാർട്ടി ലീഡർഷിപ്പ്, എത്രയാണ് ഇവരുടെ മൊബിലൈസേഷൻ, പാറ്റേൺസ് ഓഫ് മൊബിലൈസേഷൻ എന്നുള്ളതാണ് പറയാം. ഇലക്ഷൻ സ്റ്റഡീസിൽ 1990 മുതൽ വളരെ കാര്യമായിട്ട് പോപ്പുലർ ആയിട്ട് എടുക്കാൻ തുടങ്ങി. ലീഡിംഗ് റോളിൽ നോക്കുമ്പോൾ സെന്റർ ഫോർ സ്റ്റഡീസ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് ഫോർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇതിൽ കൂടെ ഇൻഡിവിജ്വൽ സ്കോളേഴ്സും പബ്ലിക് ഒപ്പീനിയൻ പോൾ എടുക്കുക, വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കുക, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഇത് അവര് ഓരോന്ന് കൊണ്ടുവരിക. ഇലക്ഷൻ സ്റ്റഡീസും ഒപ്പീനിയൻ പോൾസും വ്യത്യാസമുണ്ട്. ആദ്യത്തേതിൽ സ്കോപ്പിൽ, അതായത് ഇലക്ഷൻ സ്റ്റഡീസ് ആണ് വളരെ വീതിയുള്ളതും അല്ലെങ്കിൽ വിശാലമായതും. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇലക്ട്രൽ പ്രോസസ് വരുന്നതെന്നുള്ളതാണ്, സോഷ്യലും എക്കണോമിക്കൽ പൊളിറ്റിക്കൽ പാറ്റേഴ്സിൽ. അതായത് ഞാൻ പറഞ്ഞ രണ്ടാമത്തത് എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അവിടെ ഇലക്ഷൻ എങ്ങനെ ഒപ്പീനിയൻ, ആൾക്കാരുടെ ഒപ്പീനിയൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇലക്ഷൻ ടൈമിൽ. ഇനി ഇലക്ട്രൽ പൊളിറ്റിക്സും ഡെമോക്രാറ്റൈസേഷനും വരുമ്പോൾ ഇത് 2 ഫാക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ പാർട്ടിസിപ്പേഷൻ ആണ്. പല വിധത്തിലുള്ള ആൾക്കാരാണ് വോട്ടിങ്ങിന് വരുന്നത്. വരുന്നതിൽ കൂടുതലായിട്ട് മാർജിനലൈസ്ഡ് ആയിട്ട് വരുന്നത് സൊസൈറ്റിയിലെ സ്ത്രീകളും ട്രൈബലും ദാലിത്തും ഒബിസിയും റൂറൽ ക്ലാസ്സസ് ആണ്. അപ്പൊ വിജിലന്റ് ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ അവർ നോക്കുകയും പൊളിറ്റിക്കൽ കോൺഷ്യസിനെ പറ്റി അവള് കാര്യമായിട്ട് അവർ നോക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേതായിട്ട് നോക്കുമ്പോൾ ഇവരുടെ, അതായത് ഓരോ ആൾക്കാരുടെ റെപ്രസെന്റേറ്റീവ്സിന്റെ അവരുടെ റിമാർക്കബിൾ ചേഞ്ചസ് എന്താണ്, ഏതൊക്കെ വിധത്തിലാണ് റെപ്രസെന്റേറ്റീവ്സ് എക്കണോമിക്കലി സോഷ്യലി പ്രിവിലേജ്ഡ് ആണോ എന്ന് നോക്കുന്നുണ്ട്. ഷിഫ്റ്റ് വരുന്നുണ്ട് 1980. അതിൽ കോമ്പസിഷൻ വരുന്നത് പാർലമെന്റിൽ കൂടുതലായിട്ടുള്ള അവർക്കുള്ള ആധിപത്യം. ഇങ്ങനെ ദാലിത്തിനും ഇനി കോമ്പസിഷനിൽ കൂടെ എല്ലാ സ്റ്റേറ്റ്സിലും ഒരേമാതിരി യൂണിഫോം ആയിരിക്കില്ല. അതിന് മാത്രമല്ല ചേഞ്ചിങ് ഫേസ് ഓഫ് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതായത് റെഫറൻസ് എന്താ വെച്ചാൽ ജാതി, മതം, അവരുടെ ജെൻഡർ,
ഓക്യുപ്പേഷൻ, ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഈ ലാർജ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. ജനറലി പറയുകയാണെങ്കിൽ വീക്കർ സെക്ഷനായ ദാലിത്തും ഒബിസിയും വിമണും റിലീജിയസ് മൈനോറിറ്റീസിനെയും ബഹുജൻസ് എന്ന് പറയും. അതായത് മെജോറിറ്റി പാർട്ടി എന്നാണ് പറയുന്നത് അക്കാഡമിക്കലി അല്ലെങ്കിൽ പോപ്പുലർ ഡിസ്കോഴ്സിൽ കൂടെ. ഇങ്ങനെ 20 വർഷത്തിൽ 20th സെഞ്ചുറിയിൽ നമ്മൾ കാണാൻ വന്നത് സെക്കൻഡ് ഡെമോക്രാറ്റിക് അപ്രൈസ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾക്ക് ഇനി പൊളിറ്റിക്കൽ അതായത് ചേഞ്ചസ് പാറ്റേൺസ് എത്രത്തോളം ചേഞ്ച് ആവുന്നു എന്ന് നമുക്ക് നോക്കാം. അതിൽ ഈ പാർട്ടീസും സ്മോൾ പാർട്ടീസും നമ്മൾ നേരത്തെ പരാമർശിച്ചു. ഇതിൽ കൂടെ തന്നെ ഈ ഇലക്ഷൻ ടൈമിൽ ഗവൺമെന്റിന്റെ ജയിക്കുന്ന അസംബ്ലി ടൈമിൽ ഫോർമേഷൻസിലും വരുന്നുണ്ട്. 95-ലും 2007-ലും നോർത്ത് ഈസ്റ്റിലെ റീജിയണൽ പാർട്ടീസ്, അതായത് നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസും ചെറിയ പാർട്ടികളായ അപ്നാദലും സുഖദേവ് ഭാരതീയ പാർട്ടി ഇതൊക്കെ വന്നിട്ട് അലയൻസ് ആയിട്ട് അവർ ഷെയർ ചെയ്യുന്നു. രാഷ്ട്രീയ ലോക് സമാജ് പാർട്ടി ലീഡർ ഉപേന്ദ്ര കുശ്വം, ഹിന്ദുസ്ഥാനി ആവം മോർച്ച അത് ലീഡ് ചെയ്യുന്ന ജിതാൻ റാവും മഹിയും ബീഹാറിൽ ബാർഗെയിൻ ചെയ്യാണ്. വലിയ റീജിയണൽ പാർട്ടീസ് അവർ ബാർഗെയിൻ ചെയ്യും. ബാർഗെയിൻ ചെയ്തിട്ടാണ് ഈ ജനതാദളിലും RJ-ദളിലും അവർ പാർട്ടികളുടെ അവരുടെ അക്സെപ്റ്റൻസ് വരുന്നുണ്ടോ, സോഷ്യൽ കൾച്ചറൽ സിംബോളിക് ആയിട്ടുള്ളത് വരുന്നുണ്ടോ, അതേമാതിരി ബാക്കിയുള്ള സിമിലർ ആയിട്ടുള്ള പാർട്ടീസ് നമ്മൾ നേരത്തെ പരാമർശിച്ചു. ADMK അതായത് അണ്ണ ദ്രാവിഡ മുന്നേറ്റ കഴകം, അതേമാതിരി തന്നെ PMK പാട്ടാളി മക്കൾ കക്ഷി, MDMK ഓർ MIMK ലെഡ് ബൈ അതിന്റെ ലീഡേഴ്സായിട്ട് സ്പെസിഫിക് ആയിട്ട് അവർ അവരുടെ കാസ്റ്റ് ബേസിസ് ആണ് ഈ ഇമ്പോർട്ടന്റ് റോളിൽ വരുന്നത്. അതായത് പ്രത്യേകിച്ച് തമിഴ്നാട്ടില് ജാതി സ്പർശ കൂടുതലാണ്. അതേമാതിരി ലാംഗ്വേജ് അവർക്ക് ആധിപത്യം കൂടുതലാണ്. അതുകൊണ്ടാണ് അവിടെ അത്രയും കൂടുതലായിട്ടുള്ള പാർട്ടീസ് വരാനുള്ള കാരണം. പിന്നെ നമുക്ക് പറ്റുന്നത് ഇവരുടെ ഇമ്പോർട്ടൻസ് റീജിയണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസും അതേമാതിരി ബിസിനസ് ഗ്രൂപ്പും ഇലക്ഷൻ ടൈമില് പാർട്ടീനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഇലക്ഷൻ ക്യാമ്പയിന് അവർക്ക് പാർട്ടികൾക്കുള്ള ആവശ്യം, അതായത് പാർട്ടിക്ക് ആവശ്യം വരുന്ന പണം ഇലക്ഷൻ നടത്തുന്നതിന് മുമ്പ് ഒരുപാട് ധനം അല്ലെങ്കിൽ ഒരുപാട് പണത്തിന്റെ ആവശ്യം വരും. അപ്പോൾ വലിയ ബിസിനസ് ഗ്രൂപ്പ് ആയിരിക്കും ഈ ഓരോ പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുക. അവര് കോൺട്രിബ്യൂഷൻ കൊടുക്കും. ഈ കോൺട്രിബ്യൂഷനിൽ കൂടെ അവരുടെ ആധിപത്യം ആ പാർട്ടീനെ കൺട്രോൾ ചെയ്യാനുള്ള ആധിപത്യം അവരെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ പാർട്ടി ജയിച്ച് ഫോർമേഷൻ ചെയ്ത് ഗവൺമെന്റിൽ വന്നാൽ അവർക്ക് ഈ ഏത് ബിസിനസ് ഗ്രൂപ്പാണോ അവരെ സപ്പോർട്ട് ചെയ്തത് ആ ബിസിനസ് ഗ്രൂപ്പിന്റെ ഇൻട്രസ്റ്റിന് അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് അവിടെ വരുന്നത്. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ, ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഇത് കൂടാണ്ട് അതേമാതിരി തന്നെ ക്രൈം, എന്തെങ്കിലും ഇലക്ട്രൽ പൊളിറ്റിക്സിൽ തെറ്റുകൾ വന്നാൽ അതും അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേറെ ലെവലിലുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇതിന്റെ ഇലക്ഷൻ ടൈമില്, അതായത് വേരിയസ് ആയിട്ടുള്ള ഇലക്ഷൻ ടൈമിൽ കൂടെ വരുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള പല വിധത്തിലുള്ള പ്രോബ്ലംസ് ആണ്, ഇഷ്യൂസ് ആണ് വരുന്നത്. ഏറ്റവും മുഖ്യമായിട്ട് വരുന്നത് ഇക്കണോമിക്, രണ്ടാമത് വരുന്നത് സോഷ്യൽ ആയിട്ടുള്ള സൊസൈറ്റിയിൽ വരുന്ന പ്രോബ്ലം, മൂന്നാമത് വരുന്നത് കൾച്ചറൽ ആയിട്ടുള്ള പ്രോബ്ലം, നാലാമത് വരുന്നത് പൊളിറ്റിക്കൽ പ്രോബ്ലം. ഇതൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. ഇതിന്റെ ഇമ്പാക്ട് മുഴുവൻ കാണുന്നത് സാധാരണക്കാരായ അവരുടെ ജീവിതത്തിൽ കൂടിയായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ, നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ എംപ്ലോയ്മെന്റിന്റെ എത്രത്തോളം ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. നമ്പർ 2, എത്രത്തോളം പ്രൈസ്, അതായത് സാധനങ്ങളുടെ വില വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് വെൽഫെയർ ഇഷ്യൂസ് ആയ സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, റോഡ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, സോഷ്യൽ ജസ്റ്റിസ്, വെൽഫെയർ പ്രോഗ്രാംസ്, അതേമാതിരി സോഷ്യൽ, റിലീജിയസ്, കൾച്ചറൽ ബേസ്, സിംബോളിക് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ
ട്രാൻസ്പാരൻസി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ കറപ്ഷൻ ഇല്ലാത്ത ഒരു ഗവൺമെന്റ്, ശുദ്ധമായ ഒരു ഗവൺമെന്റ് വരുമോ, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് വരുമോ, ജനങ്ങളോട് അവർക്ക് ഉത്തരം പറയാനുള്ള അക്കൗണ്ടബിലിറ്റി ഉള്ള ഗവൺമെന്റ് വരുമോ, ലോ ആൻഡ് ഓർഡർ ക്ലിയർ ആയിട്ട് വരുമോ, ഇതൊക്കെ നോക്കണം. അപ്പൊ ഇങ്ങനെ പാർട്ടി ലീഡേഴ്സ് പല സമയത്തും അവർ പല വിധത്തിൽ അവരുടെ എലക്ഷൻ ക്യാമ്പയിൻ ടൈമിൽ ഇതൊക്കെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യുന്ന മാത്രമല്ല, അവർ ഐഡന്റിഫിക്ക ആയിട്ട് അവർ ആൾക്കാർക്ക് വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള അവർ വളരെ കാര്യമായിട്ട് കാശ് ചെലവാക്കാറുണ്ട് ഓരോ പാർട്ടീസും. അപ്പോ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓരോ പാർട്ടിയും ദാലിത്തിന്റെയും OBCന്റെയും നോർത്തിലും, അതേമാതിരി BJPന്റെ പാർട്ടി 90-ൽ പ്രസൻസ്, ഇങ്ങനെ സൗത്ത് ഇന്ത്യയിലും അതേമാതിരി തമിഴ്നാടിലെ ഇഷ്യൂസ്, കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ റിസർവേഷൻ കിട്ടുന്ന, അതായത് ഡിവിഷൻ ഓഫ് OBC കോട്ട എന്ന് വെച്ചാൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ 5 സീറ്റ് OBCക്ക് കൊടുക്കുക, അതായത് ഡിവിഷൻ ചെയ്യുക. അങ്ങനെ കൾച്ചറൽ സിംബോളിക് ആയിട്ടും അസോസിയേറ്റ് വിത്തുള്ള പലവിധ ജാതിക്കാർക്കും പലവിധ മതവിശ്വാസികൾക്കും എത്രത്തോളം മൊബിലൈസേഷൻ കിട്ടും, എത്രത്തോളം അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ ഇലക്ട്രൽ മാനിഫെസ്റ്റോയിൽ കൂടെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു BJP ഈ കാലഘട്ടത്തിൽ ഒരു പാൻ ഇന്ത്യൻ റിലീജിയസ് ഐഡന്റിറ്റി കൊണ്ടുവരാൻ വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അജണ്ട കൾച്ചറൽ മൊബിലൈസേഷൻ ഉള്ള ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ മേജർ ചേഞ്ചിനെയാണ് വളരെ വളരെ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ അജണ്ട ഇതാണ്, അതായത് കൂടുതലായിട്ട് ഇന്ത്യൻ ഐഡന്റിറ്റിനെ പറ്റി പരാമർശിച്ചു വരിക. അപ്പോൾ BJPയുടെ വോട്ട് അക്രോസ് ദ സ്റ്റേറ്റ്, അതായത് ഷെയറിംഗ് വരുമ്പോഴത്തേക്ക് എത്രത്തോളം അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അവരുടെ എഫേർട്ട്. അവരെടുക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ നേരിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇലക്ട്രൽ അജണ്ടയിൽ കൂടെ അവര് അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കും, മൊബിലൈസ് ചെയ്യാൻ നോക്കും സോഷ്യൽ ഗ്രൂപ്പിന്. ആ സോഷ്യൽ ഗ്രൂപ്പിന് വെച്ചിട്ടുമായിരിക്കും ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഓരോ പോളിസികളും കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ ഡിഫറെന്റ് സ്റ്റേറ്റിനും സ്പെസിഫിക് ആയിട്ടുള്ള റീജിയനിലും കൺസേൺ വരുന്ന പ്രൈം ആയിട്ടുള്ള മൊബിലൈസേഷൻ ആണ് ഗവൺമെന്റ് നടത്തി വരുന്നത്. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ, അതായത് റീജിയണൽ ലെവലും എത്നിക് ഐഡന്റിറ്റീസും പൊളിറ്റിക്കൽ ഐഡന്റിറ്റീസും ഉള്ളവരെ ഫോക്കസ് ചെയ്ത് എലക്ഷൻ ക്യാമ്പയിൻ ചെയ്ത് അവരുടെ പ്രൊട്ടക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് എലക്ഷൻ ക്യാമ്പയിനിൽ പറയാറുണ്ട്. അതേമാതിരി തന്നെ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, പുതിയ സ്റ്റേറ്റുകൾ ഉണ്ടാക്കി. ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, തെലുങ്കാന, ഇതേമാതിരിയുള്ള പുതിയ സ്റ്റേറ്റുകളും അവർക്ക് പ്രത്യേകമായിട്ട് സ്റ്റേറ്റ് വരുമ്പോൾ അവരുടെ ഇഷ്യൂസ് മൊബിലൈസേഷനിലേക്കും അത് ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയാം. ഇനി പൊളിറ്റിക്കൽ കോൺടെസ്റ്റിൽ കൂടെ ഇവരുടെ പാർട്ടികളും അവർ ചെയ്യുന്ന ലീഡേഴ്സും അവർ കൊടുക്കുന്ന സഹായ സഹകരണങ്ങളും ഇതിന്റെയൊക്കെ റിയാക്ഷൻ ആയിട്ട് വരുന്നത് ആ പാർട്ടികളിൽ വരുന്ന വിശ്വാസം. ആ വിശ്വാസത്തിൽ കൂടി അവർ റീജിയണൽ ആയിട്ടുള്ള ഐഡന്റിറ്റീസ് കിട്ടുന്നു. അങ്ങനെ അവർ സ്റ്റേറ്റ് ലെവലായാലും ശരി, സെൻട്രൽ ഗവൺമെന്റ് ലെവലായാലും ശരി, ലീഡർഷിപ്പിന് ആ ഓരോ റീജിയനിൽ വരുന്നു. ഇതിൽ കൂടെ ഓരോ സ്റ്റേറ്റും, അതായത് ഓരോ സംസ്ഥാനവും അവർക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഓട്ടോണമിക്കാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇലക്ഷൻ ടൈം അതിനു വേണ്ടിയിട്ടാണ് പല പാർട്ടി ലീഡേഴ്സും. ഇപ്പോ കേരളത്തിലെ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് അതിന്റെ പാർട്ടി ലീഡേഴ്സ് വന്ന് ഇലക്ഷന്റെ ക്യാമ്പയിനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇവിടത്തെ ജനങ്ങളുടെ മാനസികമായിട്ടുള്ള അവരുടെ അടുപ്പം കാണിക്കാനും അതേമാതിരി തന്നെ അവർക്ക് ആ നാഷണൽ ലെവലിലുള്ള ഗവൺമെന്റ് കൊണ്ടിരിക്കാനും ആ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത് കൊണ്ടിരിക്കാനുമാണ് അവര് അതിനു വേണ്ടിയിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. പിന്നെ അടുത്തതായിട്ട് സോഷ്യൽ മീഡിയയിൽ വഴിയും
ഗവൺമെന്റിന്റെ പോപ്പുലറൈസ് ചെയ്ത പോളിസീനെ അവര് പബ്ലിക് ആയിട്ടുള്ള ഹോർഡിങ്സ്, ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ്, ഇലക്ട്രോണിക് മീഡിയ വഴിയും, അതായത് ജനങ്ങൾക്ക് പബ്ലിക് ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിനെ പറ്റി അവർ ഗവൺമെന്റ് എടുക്കുന്നു. കൂടാതെ 1990 ബെറ്റർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയും അതേമാതിരി പോളിസികൾ കൊണ്ടുവരികയും ഇതേമാതിരി ഓപ്പോസിഷൻകാരും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ പരസ്പരം ബ്രോഡ് ആയിട്ടുള്ള പാറ്റേൺസിലാണ് ഈ റിലേഷൻഷിപ്പിനെ പറ്റി അവർ എടുത്തെടുത്ത് പൊളിറ്റിക്കലിന്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ അവർ ഉപയോഗിക്കും. ഈ വേരിയസ് പല വിധത്തിലുള്ള പാർട്ടികളും അവരുടെ സ്വന്തമായ മോഡൽ കൂടെ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെ കൊണ്ടുവരും, എങ്ങനെയാണ് ഡെവലപ്മെന്റ് കൊണ്ടുവരിക, എങ്ങനെയായിരിക്കും ഡിഫറെന്റ് ലീഡേഴ്സ് സെക്ഷന് എക്കണോമിക് ഗ്രോത്ത്, അതായത് നയം, അവരുടെ പല വിധത്തിലുള്ള നയങ്ങൾ, എന്തൊക്കെ പോളിസിയാണ് അവിടെ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ സ്റ്റേറ്റ് ലെവലില് അത് പറയുകയും അതിനെപ്പറ്റി ഇക്കണോമിക് റീഫോംസിന് അവർക്ക് പ്രസംഗം നടത്തുക, പല വിധത്തിലുള്ള വെൽഫെയർ പോളിസികൾ കൊണ്ടുവരിക, അതേമാതിരി പല വിധത്തിലുള്ള പ്രൈവറ്റ് സെക്ടേഴ്സ് കൊണ്ടുവരിക. അപ്പൊ ആ രാജ്യത്തെ ചീഫ് മിനിസ്റ്റേഴ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള അട്രാക്ട് ചെയ്യാനുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയും അവരെ എടുത്തു പറയാറുണ്ട്. ഇപ്പൊ വളരെ അടുത്ത കാലത്താണ് വിഴിഞ്ഞം പോർട്ട് ഓപ്പൺ ചെയ്തത് കേരളത്തില്. അപ്പോൾ ഇതിൽ കൂടെ വരുമ്പോൾ ഈ ഗവൺമെന്റ് എന്താ ചെയ്യുന്ന വെച്ചാൽ ഫോറിൻ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും ചീഫ് മിനിസ്റ്റേഴ്സ് പല സ്റ്റേറ്റ്സിലും പോയി, പ്രത്യേകിച്ച് കേരള സ്റ്റേറ്റ് ആണെങ്കിൽ അവര് ഗൾഫിൽ പോയി പല ബിസിനസ്സുകാരുടെ അടുത്ത് സംസാരിച്ച് അവരുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ ഇക്കണോമിക് ഗ്രോത്തും വരുന്നുണ്ട്, ഡെവലപ്മെന്റും വരുന്നു. ഇത് ചീഫ് മിനിസ്റ്റേഴ്സ് ചെയ്യുന്നു. അതേമാതിരി പ്രൈം മിനിസ്റ്റർ പല വിദേശത്ത് പോയി അവര് സംസാരിച്ച് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കമ്പനികൾ കൊണ്ടുവരാനും പല വിധത്തിൽ കൊണ്ടുവരുന്നു. ചന്ദ്രബാബു നായിഡു ഹൈദരാബാദില് ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയൽ ഹബ്ബാക്കി മാറ്റി. അതേമാതിരി SM കൃഷ്ണ എഫേർട്ട് എടുത്തു ബാംഗ്ലൂരിനെ ഒരു പുതിയ സെക്ടർ, സർവീസ് സെക്ടർ ആക്കി മാറ്റാനും. അതേമാതിരി നരേന്ദ്രമോദി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കാലഘട്ടത്തിൽ ഗുജറാത്തിലും വളരെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരികയും ഇൻഫ്രാസ്ട്രക്ചറൽ കൊണ്ടുവരികയും അങ്ങനെ വളരെ വലിയ അക്വിസിഷൻ ലാൻഡ് അക്വയർ ചെയ്ത് വലിയ വലിയ കമ്പനികൾ സ്പെഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് സോൺസ് ആക്കി മാറ്റുകയും ചെയ്തു. ഇതേമാതിരി പല സെൻട്രൽ മൊബിലൈസേഷനും ഇലക്ട്രൽ പൊളിറ്റിക്സിലും നമ്മൾ കാണാറുണ്ട്. രണ്ടാമത്തെ എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഒരു വെസ്റ്റേൺ ഉത്തർപ്രദേശില് നന്ദിഗ്രാമം എന്ന് പറയും, വെസ്റ്റേണില് ബംഗാളിലും അതേമാതിരി ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ ലാൻഡ് അക്വിസിഷൻ വന്ന് റെസ്പെക്റ്റീവ് ഗവൺമെന്റിലേക്കും കൂടെ എടുത്തു കാണിക്കുന്നുണ്ട്. ഇനി മുലായം സിംഗ് ലീഡ് ചെയ്യുന്ന ഉത്തർപ്രദേശിലെ 2004 ഫാർമേഴ്സിന് വേണ്ടിയിട്ട് പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്തു, അത് ദാദ്രി എന്ന് പറയും. മായാവതി ലീഡ് ചെയ്യുന്ന ഗവൺമെന്റിൽ അവർ അക്വയർ ചെയ്ത ലാൻഡിനെ യമുന എക്സ്പ്രസ് വേ കൊണ്ടിരിക്കുകയും ഡെവലപ്പിംഗ് മെഗാ സിറ്റീസ് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സിംഗിന്റെ. അപ്പൊ ഈ അക്വിസിഷൻ വഴി ഗവൺമെന്റ് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ വഴിയും 2007 88 അസംബ്ലി ഇലക്ഷൻസിലൊക്കെ കാണുന്നു. സിമിലർലി അതേമാതിരി തന്നെ നമുക്ക് കാണാൻ പറ്റും വെസ്റ്റ് ബംഗാളില് നാനോ ഫാക്ടറി, അതായത് ഒരു ലാൻഡ് അക്വയർ ചെയ്യുക എന്നിട്ട് അവിടെ ഒരു ഫാക്ടറി ഉണ്ടാക്കുക. ലെഫ്റ്റ് ഗവൺമെന്റിന്റെ ആണ്, ഇഫക്റ്റീവ് ആയത് 2011 അസംബ്ലി ഇലക്ഷനിൽ. അപ്പോൾ ഈ ഇഫക്റ്റിൽ കൂടെ ലെഫ്റ്റ് ഫ്രണ്ട് വെസ്റ്റ് ബംഗാളിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ വിക്ടറി എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഫോർമേഷൻ ഗവൺമെന്റിന്റെ വെൽഫെയർ ഇഷ്യൂസും അവരുടെ ഇംപ്ലിമെന്റേഷനും അല്ലെങ്കിൽ അവർ നടത്തിച്ചു കൊണ്ടുവരുമ്പോൾ അത് അവർക്ക് സഹായം ഇലക്ഷനിൽ വരുമ്പോൾ അവരുടെ റിസൾട്ടിനെ അത് ബാധിക്കുന്നതായിരിക്കും. 1900 അസംബ്ലികൾ ഇലക്ഷൻ ടൈമിൽ ഫാർമേഴ്സിന് ഡുക്ടൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ റിഫോംസ് ഇഫക്റ്റീവ് ആയിട്ടുള്ള അഗ്രികൾച്ചർ കൊണ്ടുവന്നു. ഇനി എക്കണോമിക് മണ്ഡൽ റിപ്പോർട്ട്, ഇംപ്ലിമെന്റേഷൻ, അതായത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവരികയും അതിൽ കൂടെ പല വിധത്തിലുള്ള അവൈലബിലിറ്റി റിസർവേഷൻ കൊണ്ടുവരികയും പോളിസീസ് ശുദ്ധമായ വിധത്തിൽ ജാത്തിന് വേണ്ടിയിട്ടുള്ള രാജസ്ഥാനിലും ഹരിയാനയിലും ചെയ്തു. അതേമാതിരി പട്ടേൽസിന് മറാത്താസിന് ഗുജറാത്തിൽ ചെയ്തു, മഹാരാഷ്ട്രയിലും. ഡിമാൻഡ് ഉജാറിന്റെ, രാജസ്ഥാനിലുള്ള ഉജാർ എന്ന്
ഗുജ്ജാർ എന്ന് പറയും ആ ഗ്രൂപ്പിന്, അവരുടെ റെക്കഗ്നേഷൻ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് എന്നുള്ളതും അങ്ങനെ OBC കോട്ട ബാക്ക്വേർഡിലേക്ക് കൊണ്ടുവരികയും, അപ്പൊ അങ്ങനെ വന്നപ്പോൾ പല സ്റ്റേറ്റ്സിലും ഈ ഡിമാൻഡ് മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസിന്റെ ഉത്തർപ്രദേശിലെ റെക്കഗ്നേഷൻ ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിലേക്ക് മാറ്റി വന്നപ്പോൾ ഈ ഇഷ്യൂസ് എല്ലാം ഫോക്കസ് ചെയ്തത് ക്യാമ്പയിനിലെ വേരിയസ് ഡിഫറെന്റ് ലെവലില് ഇലക്ട്രൽ പൊളിറ്റിക്സ് ആണ്. ഇതിന്റെ അവസാനമായിട്ട് നമ്മൾ പറയുമ്പോൾ ജാത്തിന്റെ ഇൻക്ലൂഷൻ OBCയില്, അതായത് രാജസ്ഥാനിലും അതേമാതിരി 1999 ലോക്സഭ ഇലക്ഷൻസിലും ഈ OBCകളെ നമ്മൾ കൊണ്ടുവരുന്നു. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് പബ്ലിക്കിന് കിട്ടുന്നതിനാണ് അവര് നോക്കുന്നത്. ഇനി ഇതിനെ പറ്റിയെല്ലാം നമ്മൾ സമ്മറൈസ് ചെയ്ത് വരുമ്പോൾ ഞാൻ അവസാന ഭാഗത്തിലേക്ക് എത്തുകയാണ്. നമ്മൾക്ക് ഈ ഇലക്ട്രൽ പൊളിറ്റിക്സ് എന്നുള്ളതിൽ കൂടെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെമോക്രസിന്റെ മെത്തേഡാണ്. ഈ റെപ്രസെന്റേറ്റീവ്സ് എടുത്ത് അവരെ ഇലക്ഷൻ ഗവൺമെന്റിൽ ഡിസിഷൻ മേക്കിങ്ങിനുള്ള എഫക്ട് കൊണ്ടുവരുന്നതാണ് ചെയ്യേണ്ടത്. ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻസ്, ഹെൽത്തി ആയിട്ടുള്ള ഈ ഡെമോക്രസി നടത്തിക്കൊണ്ടു പോകാനും, അതേമാതിരി ഇലക്ഷൻസ് ആണ് സബ്ജക്റ്റ്, അതായത് നമ്മൾ ചെയ്യുന്നതിന്റെ സബ്ജക്റ്റ് അനാലിസിസ് ചെയ്യുന്നു, എത്രത്തോളം വരുന്നു, അതേമാതിരി ഇൻഡിവിജ്വൽസിന് ഫ്രീഡം വരുന്നുണ്ടോ, അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് സൊസൈറ്റീസ് വരുന്നുണ്ടോ. ഇങ്ങനെയാണ് ഈ ലെസന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ഇതെല്ലാ ഇഷ്യൂസിന് ഡയറക്റ്റ് ആയിട്ട് കൺസേൺ വരുന്നത് ഇലക്ഷൻ ക്യാമ്പയിനിലാണ്. ആ ഇലക്ഷൻ ക്യാമ്പയിൻ കാറ്റഗറൈസ് ചെയ്ത് അവർക്ക് വേണ്ട വിധത്തിൽ ചെയ്യുമ്പോൾ അവർക്ക് ഗവൺമെന്റിനോട് ഒരു പ്രതിപത്തി വരികയും അവരിൽ വിശ്വാസം വരികയും അതേമാതിരി അവരത് ഇമ്പാക്റ്റ് ആയിട്ട് ഇലക്ഷന്റെ റിസൾട്ടിൽ അത് കാണാൻ പറ്റും എന്ന് പറഞ്ഞ് ഇവിടെ ഈ ചാപ്റ്ററും കൂടെ തീരുകയാണ്. അപ്പോൾ ഇത് ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നല്ല വിധത്തിൽ മനസ്സിലാകും. നന്ദി, നമസ്കാരം.